കെ.എസ്. ചിത്ര പാടിയാൽ മാത്രം മതിയോ? അഭിപ്രായം പറയാൻ പറ്റില്ലേ? പറ്റും, പറ്റണം. ആ അഭിപ്രായ സ്വാതന്ത്ര്യമാണ് ജനാധിപത്യത്തിന്റെ സൗന്ദര്യം. അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്ന 22-ന് എല്ലാവരും വീടുകളിൽ വിളക്ക് തെളിക്കണമെന്നും രാമനാമം ചൊല്ലണമെന്നുമുള്ള ചിത്രയുടെ പരാമർശമാണ് ഈ ചർച്ചയ്ക്ക് ആധാരം. ചിത്രയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും 2 ദിവസമായി പ്രമുഖർ സൈബർ ഇടങ്ങളിൽ അണിനിരക്കുന്നു. ചിത്രയ്ക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം പോലെ തന്നെ ചിത്രയെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യവും മാനിക്കപ്പെടണം. ഒരു മസ്ജിദ് പൊളിച്ചയിടത്ത് കെട്ടിപ്പൊക്കിയ രാമക്ഷേത്രം എന്ന ചരിത്രത്തെ ചിത്രം മറന്നു കളഞ്ഞു എന്നതായിരുന്നു ഉയർന്ന വിമർശനങ്ങളുടെ കാതൽ. ഭക്തിയിലൂടെ മാത്രം അയോധ്യ പ്രശ്നത്തെ കാണുന്ന തരത്തിൽ വലതുപക്ഷവൽക്കരണം സാമാന്യവൽക്കരിക്കപ്പെട്ടു എന്നും ചിലർ വിമർശിച്ചു. എന്നാൽ ഇതിനിടെ സൈബർ ഇടങ്ങളിൽ മറ്റു ചില പരാമർശങ്ങൾ കൂടി ഉണ്ടായി. ചിത്രയെ കള്ളിപ്പൂങ്കുയിലെ എന്ന് വിളിച്ചു എഴുത്തുകാരി ഇന്ദുമേനോൻ. ചിത്രയെപ്പോലെ എത്ര പേർ തനിസ്വരൂപം കാണിക്കാനിരിക്കുന്നുവെന്ന് രോഷം കൊണ്ടു ഗായകൻ സൂരജ് സന്തോഷ്. ഏറ്റവും ഭീകരമായ അപസ്തുതിയെന്ന് ആക്ഷേപിച്ചു MJ ശ്രീചിത്രൻ. ഇതിനിടെ ചില തലയില്ലാ പ്രൊഫൈലുകളിൽ നിന്ന് ചിത്രയെ അധിക്ഷേപിക്കുന്ന പോസ്റ്റുകൾ ഉണ്ടായി എന്നതും വസ്തുതയാണ്. എന്നാൽ സംസ്ഥാന സർക്കാർ ആകട്ടെ പരാമർശം വിവാദമാക്കേണ്ട എന്ന് പറഞ്ഞ് മാറി നിന്നു. ചിത്രയെ പിന്തുണയ്ക്കാനെന്ന പേരിൽ രാഷ്ട്രീയം പറഞ്ഞ് ചാടി വീണു BJP. കേരള പോലീസ് ഇതൊന്നും കാണുന്നില്ലേ എന്ന് ചോദിച്ച് V മുരളീധരനും സനാതനധർമ്മത്തെ പിന്തുണയ്ക്കുന്നവർ ആക്രമിക്കപ്പെടുന്നു എന്ന് വിലപിച്ച് K സുരേന്ദ്രനും ഉള്ളു വെളിച്ചത്താക്കി. കേരളീയരുടെ ഹൃദയത്തിലൂടെ കൗമാരം മുതൽ വളർന്ന് എല്ലാവരുടെയും ചിത്രചേച്ചിയായി മാറിയ സൗമ്യ വ്യക്തിത്വമാണ് കെ.എസ്. ചിത്ര. അതുകൊണ്ടാണ് വിയോജിപ്പുള്ളവർക്കും ചിത്രയോട് ക്ഷമിച്ചുകൂടെ എന്ന് G വേണുഗോപാൽ നിഷ്കളങ്കമായി ചോദിച്ചത്. എന്നാൽ പതിറ്റാണ്ടുകളുടെ കലാപ്രവർത്തനത്തിലൂടെ കിട്ടിയ സാമൂഹിക സ്വീകാര്യത ഉപയോഗിച്ച് ഒരാൾ എന്തിനൊക്കെ കയ്യൊപ്പ് ചാർത്താം എന്ന ചോദ്യം പ്രസക്തമാണ്. അത്തരം ചോദ്യങ്ങൾ ഉയരുകയും വേണം. പക്ഷേ സാമൂഹിക വിഷയങ്ങളിൽ ചിത്രം മിണ്ടരുത്, പ്രതികരിച്ചാൽ ഞങ്ങൾ അധിക്ഷേപിച്ചില്ലാതാക്കും എന്ന മര്യാദകേട് അംഗീകരിക്കാനുമാകില്ല.